സമരം ഒഴിവാക്കാൻ പ്രൈവറ്റ് ബസ് ഉടമകളുമായി ചർച്ച നടത്തുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ വി ഗണേഷ് കുമാർ. ആദ്യഘട്ടത്തിൽ ഗതാഗത കമ്മീഷണറായിരിക്കും ചർച്ച നടത്തുക. ഈ ചർച്ച വിജയിച്ചില്ലെങ്കിൽ മന്ത്രിതല ചർച്ചയുണ്ടാകും. വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ ടിക്കറ്റ് നൽകാൻ 1.5 മാസത്തിനുള്ളിൽ ഒരു ആപ്പ് പുറത്തിറക്കുമെന്ന് കെ വി ഗണേഷ് കുമാർ പറയുന്നു. ബസ്സുകൾ 8-ാം തീയതി പണിമുടക്കുന്നതായിട്ട് നോട്ടീസ് കിട്ടിയിട്ടുണ്ട്. അവരുമായി ട്രാൻസ്പോർട്ട് കമ്മീഷണർ ആദ്യഘട്ടത്തിൽ ചർച്ച ചെയ്യും. അതിനുശേഷം അവരുടെ ഡിമാൻഡുകൾ കേട്ടതിന് ശേഷം പിന്നീട് ചർച്ച വിജയിച്ചില്ലെങ്കിൽ ഞാൻ കുട്ടികളുടെ കൺസെഷനൊന്നും സർക്കാരിൻ്റെ ഇപ്പോൾ ചർച്ച ചെയ്യട്ടെ, അത് പരിഗണിക്കാൻ പറ്റുന്നൊരു സാഹചര്യമാണെന്നൊക്കെ നോക്കണമല്ലോ. KSRTC കുട്ടികൾക്ക് കൂടുതൽ കൺസെഷൻ കൊടുക്കുമ്പോൾ എല്ലാവരും കൊടുക്കണ്ടേ? സ്റ്റുഡൻസിനെ മാത്രം പാസ് കൊടുക്കാനുള്ള ഒരു ആപ്പ് 1 മാസത്തിനുള്ളിൽ 1.5 മാസത്തിനുള്ളിൽ അവതരിപ്പിക്കും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ്. ആ ആപ്പിലൂടെ ആയിരിക്കും കുട്ടികളുടെ പാസ് കൊടുക്കുക. ആ പാസ് RT എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ആവശ്യമായ കൊടുക്കേണ്ട പണം ബസ്സിൻ്റെ ഉള്ളിൽ കൊടുത്താൽ മതി. തിരുവനന്തപുരത്ത് നിന്ന് സലീം മാലിക് വിവരങ്ങളുമായി ചേർന്നു. സലീം, പറയൂ. ഓക്കെ സലീം, ഈ സ്വകാര്യ ബസ് ഉടമകളുടെ സമരത്തെ ഒഴിവാക്കാൻ ചർച്ച തുടങ്ങുമെന്നാണല്ലോ മന്ത്രി പറയുന്നത്. ചർച്ചയിൽ വലിയ പ്രതീക്ഷയുണ്ടോ മന്ത്രിക്ക്? എന്താണ് മന്ത്രിയുടെ ഒരു ബോഡി ലാംഗ്വേജ് നമ്മൾ പറയുന്നത്? ഈ ചർച്ച, ഈ സ്വകാര്യ ബസ് ഉടമകൾ സമരം പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ബസ് ഉടമകളുമായ ചർച്ച, അത് ബസ് ഉടമകളെയും സംബന്ധിച്ചിടത്തോളം ഒപ്പം ഗതാഗത വകുപ്പിനെ സംബന്ധിച്ചിടത്തോളവും വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ആ ചർച്ചയെ നോക്കി കാണുന്നത്. കാരണം വിവിധ വിഷയങ്ങൾ സ്വകാര്യ ബസ് ഉടമകൾ ഉയർത്തുന്നുണ്ട്. അതിൽ തന്നെ ഈ നിരക്ക് വർധന ഉൾപ്പെടെയുള്ള പല പ്രധാന പ്രശ്നങ്ങളും പരിഗണിക്കാം എന്നുള്ളതാണ് അല്ലെങ്കിൽ ഗതാഗത വകുപ്പ് അറിയിക്കുന്നത്. അതിന്റെ ഭാഗമായി മന്ത്രിതല ചർച്ച ആദ്യം ഉണ്ടാകില്ല. ആദ്യം ഗതാഗത കമ്മീഷൻ ഇതിനായി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. വളരെ വേഗത്തിൽ തന്നെ ആ ചർച്ച പൂർത്തീകരിക്കാനാണ് ഗതാഗത കമ്മീഷൻ നിലവിൽ നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. ആ ചർച്ച വിജയിച്ചില്ലെങ്കിൽ മാത്രമായിരിക്കും മന്ത്രിതല ചർച്ച ഉണ്ടാവുക. എന്തായാലും ഈ ഗതാഗത കമ്മീഷനുമായുള്ള ചർച്ചയിൽ തന്നെ എന്തായാലും ഈ ചർച്ച വിജയിക്കാനുള്ള സാധ്യത നിലവിലില്ല. അതുകൊണ്ട് തന്നെയാണ് മന്ത്രിതല പറയുന്നത് മന്ത്രിതല ചർച്ച കൂടി അതിനുശേഷം ഉണ്ടാകും. മാത്രമല്ല വിവിധ വിഷയങ്ങളിൽ, പ്രത്യേകിച്ചും വിദ്യാർത്ഥി കൺസെഷനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ സ്വകാര്യ ബസ് ഉടമകൾ വളരെ നേരത്തെ തന്നെ ഉന്നയിക്കുന്നതാണ്. അത് പരിഹരിക്കാനും വിദ്യാർത്ഥികൾക്ക് കൂടി വളരെ എളുപ്പത്തിൽ ടിക്കറ്റ് ലഭ്യമാകാനുമായി വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ ടിക്കറ്റ് നൽകാൻ പുതിയ ആപ്പ് പുറത്തിറക്കുന്നതിനെ കുറിച്ചുള്ള ആലോചനകൾ നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു. അത് ഇപ്പോൾ ആ ആപ്പിന്റെ നിർമ്മാണ ഘട്ടത്തിലാണ് നിലവിലുള്ളത്. 1.5 മാസത്തിനുള്ളിൽ തന്നെ ആപ്പ് പുറത്തിറക്കും എന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട്. അതോടുകൂടി വിദ്യാർത്ഥികൾക്ക് മാത്രം കൺസെഷൻ ലഭിക്കുന്ന സ്ഥിതി ഉണ്ടാകും എന്നുള്ളതാണ് മന്ത്രി പറയുന്നത്. നേരത്തെ ഈ ST ടിക്കറ്റുകൾ, അത് വിദ്യാർത്ഥികളല്ലാത്തവരും ആ നിലയിൽ തന്നെ ദുരുപയോഗം ചെയ്ത പരാതി സ്വകാര്യ ബസ് ഉടമകളെ സംബന്ധിച്ചിടത്തോളം വളരെ നേരത്തെ ഉന്നയിച്ചതാണ്. അത് പരിഹരിക്കാൻ കൂടിയാണ് നിലവിലെ നീക്കം.